എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഡിവിഷൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. ഡിവിഷൻ ഒട്ടും അറിയില്ലെങ്കിൽ നിങ്ങൾ പാർട്ട് 1ഉം 2ഉം കാണണം. അതല്ല ഡിവിഷൻ ഏകദേശം അറിയാവുന്നവർക്ക് ഈ ഒരു ക്ലാസ് കണ്ടാലും മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും എടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ള ഒരു ഇതിലാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകണം. അത് ഞാൻ ആദ്യമേ തന്നെ പറയാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നണ്ട, ഫ്രണ്ടിലോട്ട് പോവാം. നിങ്ങൾക്ക് അറിയാത്ത പ്രോബ്ലംസ് വരുമ്പോൾ അത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് രീതിയിലുള്ളതാണ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് എന്ന്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ആ ഒരു ഇതെത്തുമ്പോൾ നിങ്ങൾ അതിലോട്ട് പോയിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ 3/6 ആണ്. നമ്മൾ ഇതുവരെ ചെയ്തത് എന്താണ്? വലിയ നമ്പറിനെയാണ് ചെറിയ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ 3/6 എന്ന് പറഞ്ഞാൽ 3നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെയാണ് എഴുതുക? അത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം കേട്ടോ. 3/6. അപ്പം നമ്മളിത് എങ്ങനെയാണ് എഴുതുക? ആദ്യം ഉള്ളതിനല്ലേ നമ്മൾ ഉള്ളിൽ എഴുതുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? 3നെ ഉള്ളിൽ എഴുതുന്നു, 6 താഴെ ആണല്ലോ. അപ്പം നമ്മൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ നമുക്ക് 3 കിട്ടണം അല്ലേ? 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 3 ഇല്ല. അങ്ങനെ വരുന്ന സമയത്ത്, അതായത് ചെറിയ നമ്പറാണ് ഉള്ളിൽ വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മേലെ ഒരു പോയിൻ്റ് ഇടണം. ഓക്കെ, അതിനുശേഷം നമ്മളിതാ ഈ 3ൻ്റെ അടുത്ത് ഒരു 0 ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ചെയ്യുക. അതായത് ചെറിയ നമ്പറിനെ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറിയ നമ്പർ ആദ്യത്തെ നമ്പർ ഉള്ളിൽ എഴുതുക, രണ്ടാമത്തെ നമ്പർ പുറത്ത്. ഇങ്ങനെ വരുന്ന സമയത്ത് ചെറിയ നമ്പറാണ് ഉള്ളിലുള്ളതെങ്കിൽ നമ്മൾ ഒരു പോയിൻ്റ് മേലെ ഇടുക, ഒരു 0 ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ നമുക്ക് 5 6 are 30 എന്ന് ഉണ്ട് ആണല്ലോ. അപ്പം നമ്മൾ ഈ പോയിൻ്റ് കഴിഞ്ഞ് 5 ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 5 6 are 30 ആണ് വരിക. ഓക്കെ, അപ്പം നമുക്കിവിടെ റിമൈൻഡറിൽ 0 കിട്ടും ആണല്ലോ. അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? 0.5 ആണ്. ഓക്കെ, 3/6ൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0.5. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറയാം. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2/6. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2നെ ഉള്ളിൽ എഴുതണം, 6നെ പുറത്തെഴുതണം. ആദ്യത്തെ നമ്പറാണ് നമ്മൾ ഉള്ളിൽ എഴുതുക. ഓക്കെ, അപ്പോൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ നമുക്ക് 2 ചെറുതാണ്. 6നേക്കാളും ചെറിയ നമ്പർ വരുമ്പം നമ്മൾ മേലെ ഒരു പോയിൻ്റ് ഇടുന്നു, താഴെ 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് 20 എന്ന നമ്പറായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുന്ന സമയത്ത് 3 6 are 18 എന്ന് നമുക്ക് അറിയാം ആണല്ലോ. അപ്പം മേലെ നമ്മൾ 3 എഴുതുന്നു, 3 6 are 18. 20ൽ നിന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 അല്ലേ? അപ്പോൾ നമുക്കിത് വീണ്ടും ചെയ്യണമല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഓൾറെഡി ഇവിടെ പോയിൻ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇനി പോയിൻ്റ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ 0 ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഈ 0നെയാണ് നമ്മൾ താഴോട്ട് എടുത്ത് എഴുതുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് 20 കിട്ടി ആണല്ലോ. വീണ്ടും നമ്മൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടും 3 6 are 18 എന്ന് ആണല്ലോ. അപ്പം നമ്മളിവിടെ 3 എഴുതുന്നു, 3 6 are 18 എന്ന് വീണ്ടും എഴുതുന്നു. വീണ്ടും നമുക്ക് 20ൽ നിന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 കിട്ടുന്നു. ഇതേ രീതിയിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. 2 കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ 0 ഇടുന്നു, ആ 0 എടുത്ത് ഇവിടെ എഴുതുന്നു, വീണ്ടും 18 കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? 0.33 എന്നാണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ 2/8. ഇനിയുള്ളത് ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറയാം, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2നെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 2 ഉള്ളിൽ എഴുതുന്നു, 8 പുറത്തെഴുതുന്നു.
നമ്മളിവിടെ ചെറിയ നമ്പർ ആണല്ലോ, അപ്പോൾ നമ്മളിവിടെ ഒരു പോയിൻ്റ് ഇടുന്നു, 2ൻ്റെ അടുത്ത് ഒരു 0 ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പം 2 8s are 16 എന്ന് കിട്ടും അല്ലേ. ഒന്നെങ്കിൽ 20 കിട്ടണം, അല്ലെങ്കിൽ 20യുടെ താഴെയുള്ള നമ്പർ കിട്ടണം. അപ്പോൾ 20യുടെ താഴെയുള്ള നമ്പർ എന്ന് പറയുമ്പോൾ 16 ആണ്. 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ 20യുടെ തൊട്ട് താഴെ കിടക്കുന്നത് 16 ആണ്. ഓക്കെ, അപ്പോൾ 20ൽ നിന്ന് 16 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 അല്ലേ. അപ്പോൾ വീണ്ടും ചെറിയ നമ്പർ വന്നു. അപ്പം നമ്മളിവിടെ വീണ്ടും 0 ഇടുക, ആ 0നെ താഴോട്ട് എടുത്ത് എഴുതുന്നു, 40 ആക്കുന്നു. വീണ്ടും 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുന്ന സമയത്ത് നമുക്ക് 5 8s are 40 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0.25 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 4th ക്വസ്റ്റ്യൻ. 20 ഡിവൈഡഡ് ബൈ 25 നോക്കാം. ഓക്കെ, അപ്പോൾ 20 നമ്മൾ ഉള്ളിൽ എഴുതുന്നു, 25 താഴെ എഴുതുന്നു. അപ്പോൾ 25ൻ്റെ ഡിവിഷൻ പറയുമ്പം 20 ചെറുതാണല്ലോ, അപ്പോൾ നമ്മളിവിടെ പോയിൻ്റ് ഇടുന്നു, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് 200 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 25ൻ്റെ ഡിവിഷനിൽ 225 എത്രയാണ്? 50 ആണ്. അപ്പോൾ 425 എത്രയായിരിക്കും? 100. അപ്പോൾ ഈ 4ൻ്റെ ഇരട്ടി ആവുമ്പോൾ 200 കിട്ടൂലേ? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? 825 200 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 200ൽ നിന്ന് 200 മൈനസ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 0.8 എന്ന് ആൻസർ വരും. ഓക്കെ, ഇത് ചെയ്ത് നോക്കുക കേട്ടോ. 825 നമുക്ക് 200 ആണ് കിട്ടുക. ഇവിടെ 20 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പോയിൻ്റ് ഇടുന്നു, ഇവിടെ ഒരു 0 ഇടുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ 5th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ 8 ഡിവൈഡഡ് ബൈ 50 നോക്കാം അല്ലേ. കുറച്ച് വലിയ നമ്പർ ഇട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തതാണ്. അപ്പം 8 ആണ് നമ്മൾ ഉള്ളിൽ എഴുതേണ്ടത്, 50 ആണ് നമ്മൾ പുറത്ത് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 50യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 8 ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉള്ളിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ് ഇടുന്നു, 8ൻ്റെ അടുത്ത് ഒരു 0 ഇടുന്നു ആണല്ലോ. അപ്പോൾ നമുക്ക് 150 ആണെന്ന് ഇവിടെ എഴുതാം അല്ലേ. 150 ഈസ് 50 ആണല്ലോ. അപ്പോൾ 80ൽ നിന്നും 50 മൈനസ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും അല്ലേ. ഇനി വീണ്ടും 50നേക്കാളും ചെറിയ നമ്പർ വന്നു. അപ്പം നമ്മൾ വീണ്ടും പോയിൻ്റ് ഇടണോ? വേണ്ട. നമ്മളിവിടെ ഒരു ഓൾറെഡി നമ്മൾ 0 പോയിൻ്റ് ഇട്ടു, അതുകൊണ്ട് നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. ആ 0നെയാണ് നമ്മൾ താഴോട്ട് എടുത്ത് എഴുതുന്നത്. അപ്പോൾ 30 എന്നത് 300 ആയി. ഓക്കെ, ഇനി 50യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 250 എത്രയായിരിക്കും? 100. അപ്പോൾ 450 എത്രയായിരിക്കും? 200. അങ്ങനെ ചെയ്തു വരുമ്പോൾ 650 എന്നത് 300 ആണ് ആണല്ലോ. അത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 650 എന്നത് 300 ആണ്. അപ്പോൾ നമുക്കിവിടെ എത്ര ബാക്കി കിട്ടും? 0. അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്? 0.16. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ. 5 ഡിവൈഡഡ് ബൈ 9. ഇതും കൂടെ ചെയ്തിട്ട് നമുക്ക് കുറച്ച് വലിയ നമ്പർ ഇട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിൽ 5 എഴുതുന്നു, പുറത്ത് 9 എഴുതുന്നു. 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ 5 ചെറുതാണ്, പോയിൻ്റ് ഇടുന്നു, ഇവിടെ 0 ഇടുന്നു. ഇനി 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 9s are 45 അല്ലേ ആണല്ലോ. 50ൽ നിന്ന് 45 മൈനസ് ചെയ്യുമ്പം നമുക്ക് 5 കിട്ടുന്നു. വീണ്ടും നമ്മളിവിടെ 0 ഇടുന്നു, ആ 0യെ താഴോട്ട് എടുത്ത് എഴുതുന്നു, 5നെ 50 ആക്കുന്നു. ഓക്കെ, വീണ്ടും നമുക്കിവിടെ 5 കിട്ടുന്നു. അതായത് 5 9s are 45 എന്ന് വീണ്ടും കിട്ടുന്നു. വീണ്ടും നമുക്കിവിടെ 5 കിട്ടുന്നു, വീണ്ടും 0 ഇടുന്നു,
ഇതേപോലെയാണ് വരിക. ഓക്കെ, സോറി, ഇതേപോലെയാണ് വരിക. വീണ്ടും നമ്മളിവിടെ 5 എഴുതുന്നു. 5 9 ഈസ് 45. 5 9 ഈസ് 45. വീണ്ടും 5 കിട്ടുന്നു. ഇതേപോലെയാണ് നമ്മൾ വരിക, നമുക്ക് ആൻസർ വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 0.555. ഇതേപോലെയാണ് ആൻസർ വരിക. അപ്പോൾ ചെറിയ നമ്പർ ഇട്ട് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് വലിയ നമ്പർ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ 6 ഡിവൈഡഡ് ബൈ 10 ആണെന്ന് വെച്ചോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 6നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളിവിടെ പോയിൻ്റ് ഇടുന്നു, 0 ഇടുന്നു. 6 10s are 60. 0 ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.6 ആണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 6 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 6/10 എന്ന് എഴുതിക്കൂടെ? ഇതേപോലെ ഡിനോമിനേറ്ററിൽ 0 വരുന്ന നമ്പർ വരുമ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡിനോമിനേറ്ററിൽ എത്ര 0 ഉണ്ട്? ഒരു 0 അല്ലേ. അപ്പം ന്യൂമറേറ്ററിലെ നമ്പറിന് ഒരു പോയിൻ്റ് ഇട്ടിട്ട് 6 ഇട്ട് കൊടുക്കുക. ഓക്കെ, താഴെ ഒരു 0 ആണെങ്കിൽ പോയിൻ്റ് കഴിഞ്ഞ് ഒരു നമ്പർ വരും. അതായത് ഡിനോമിനേറ്ററിൽ 6 ആണ്, പോയിൻ്റ് കഴിഞ്ഞ് ഒരു 6 ഇട്ടാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതല്ല, ഇങ്ങനെ വരികയാണെങ്കിലോ, 6 ഡിവൈഡഡ് ബൈ 100 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ 2 0 അല്ലേ ഉള്ളത്. അപ്പം നമുക്ക് എന്താ ആൻസർ വരിക? പോയിൻ്റ് കഴിഞ്ഞ് 2 നമ്പർ വേണം. താഴെ 2 0 ആണെങ്കിൽ പോയിൻ്റ് കഴിഞ്ഞ് 2 നമ്പർ വേണം. അപ്പം നമ്മളിവിടെ ഒരു 0 ഇടുന്നു, ഒരു 6 ഇടുന്നു. ഇതേപോലെയാണ് ആൻസർ വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചെറിയ നമ്പർ ഇട്ട് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 8th ക്വസ്റ്റ്യൻ. ഫൈവ് 90 ഡിവൈഡഡ് ബൈ 6. ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതുക? 590 ഉള്ളിൽ എഴുതുന്നു, 6നെ നമ്മൾ പുറത്തെഴുതുന്നു. ഓക്കെ, ഇനി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ നമുക്ക് 9 6 are 54 എന്ന് കിട്ടും ആണല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? 9ൽ നിന്നും 4നെ നമ്മൾ മൈനസ് ചെയ്യുമ്പം നമുക്ക് 5 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? മേലെ 0 ഉണ്ടല്ലോ, അതിനെ താഴോട്ട് എടുത്ത് എഴുതണം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോൾ ഇവിടെ 5 കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഈ 0നെ താഴോട്ട് എടുത്ത് എഴുതുന്നത്. അപ്പോൾ 5ൻ്റെ അടുത്ത് 0 എത്തുമ്പം അതിനൊരു വാല്യൂ ഉണ്ട് ആണല്ലോ. അതല്ല, നമുക്കിവിടെ മൈനസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു 0 ആണ് കിട്ടുന്നതെങ്കിൽ ഈ 0നെ പിടിച്ച് നമ്മൾ താഴോട്ട് എഴുതരുത് കേട്ടോ. അതിന് നമ്മൾ മേലോട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് മേലോട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? ഇവിടെ താഴെ 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 0നെ താഴോട്ട് ഇടുമ്പം അതിന് വാല്യൂ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ 0നെ താഴോട്ട് ഇടുമ്പോൾ നമുക്ക് 50 എന്ന് കിട്ടുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ 8 6 are 48 ആണല്ലോ. അപ്പം 50ൽ നിന്നും 48 മൈനസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 കിട്ടുന്നു. ഓക്കെ, ഇനി 6നേക്കാളും ചെറിയ നമ്പറാണല്ലേ വന്നത്. അപ്പം നമുക്കിത് ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ, ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ചെറിയ നമ്പർ വരുമ്പം എന്താ ചെയ്യുക? മേലെ ഒരു പോയിൻ്റ് ഇടുന്നു, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. ഈ 0നെയാണ് നമ്മൾ താഴോട്ട് എടുക്കുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ മുന്നത്തെ ക്ലാസ് 1ും 2ും കാണാം. ഓക്കെ, അപ്പോൾ ഈ 2 എന്നത് 20 ആകുന്നു. വീണ്ടും നമ്മൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ 3 6 are 18 എന്ന് കിട്ടും. 20ൽ നിന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 കിട്ടും. വീണ്ടും നമ്മളിവിടെ 0 ഇടുന്നു, ആ 0നെ താഴോട്ട് എടുത്ത് എഴുതുന്നു. അപ്പോൾ വീണ്ടും 20 കിട്ടുന്നു. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്താ എഴുതുക? 3 എഴുതണം അല്ലേ. അതായത് 3 6 are 18 എന്ന് വീണ്ടും കിട്ടും. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 2 ആയിട്ട് നമുക്ക് കിട്ടും. ആൻസർ എത്രയായിരിക്കും? 98.33. ഓക്കെ, എന്താ ആൻസർ? 98
0.33. ഓക്കെ, ഇനി ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇങ്ങനെ വരികയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ 0 താഴോട്ട് ഇടരുതെന്ന് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ 42 ഡിവൈഡഡ് ബൈ 42 വേണ്ട, 420 ആണ്. 420 ഡിവൈഡഡ് ബൈ 7 ആണെന്ന് വെച്ചോ. അപ്പോൾ 420 ഉള്ളിൽ എഴുതുന്നു, 7 നമ്മൾ താഴെ എഴുതുന്നു, ആണല്ലോ. അപ്പം 6 sevens are 42 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ 42ൽ നിന്നും 42 മൈനസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 0 കിട്ടും, ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ്, ഇതേപോലെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ 0നെ നമ്മൾ താഴോട്ടെടുത്ത് എഴുതരുത്. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഈ 0-നൊരു വിലയുണ്ട്, അത് 420യുടെ 0 ആണ്. അത് അവിടെ ഇരിക്കുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. അതിനെ താഴോട്ട് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ വാല്യൂ പോയി. അപ്പോൾ അതിന് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 0ൻ്റെ കൂടെ ഇടാൻ പാടുണ്ടോ? ഇല്ല, ഇതിനെ മേലോട്ടിട്ട് കൊടുക്കണം. അപ്പം നമുക്കിവിടെ 60 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 420 ഡിവൈഡഡ് ബൈ 7ൻ്റെ ആൻസർ എന്താണ്? 60 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 9th ക്വസ്റ്റ്യൻ ആണ്. $235 ഡിവൈഡഡ് ബൈ 6 ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്, ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കുന്നു, ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ 235 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, അപ്പോൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് അല്ലേ നമ്മൾ പറഞ്ഞു നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ ചെയ്തല്ലോ, 3 6 are 18, അതിവിടെ ചെയ്തൂടെ? ഓക്കെ, അപ്പോൾ 3 6 are 18 എന്ന് നമുക്ക് കിട്ടും. അടുത്തത് 24 കിട്ടുക, അതായത് 4 6 are 24 കിട്ടും. നമുക്കിവിടെ 23 ആണ്. ഒന്നെങ്കിൽ 23 കിട്ടണം, അല്ലെങ്കിൽ 23ൻ്റെ താഴത്തെ നമ്പർ കിട്ടണം, ആണല്ലോ. അപ്പോൾ നമുക്ക് 24 ഒന്നുകൂടെ പറയാം ഞാനിതാ. 3 6 are 18 ആണ്, ആണല്ലോ. 4 6 are 24 ആണ്. അപ്പം നമുക്ക് 24 എഴുതാൻ പറ്റൂല, കാര്യം നമുക്കിവിടെ 23 ആണ് എടുക്കുന്നത്, ആണല്ലോ. അതായത് 6നേക്കാളും ചെറിയ നമ്പറാണ് 2 ആദ്യം വന്നത്. അപ്പോൾ 2 എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ തൊട്ടടുത്ത നമ്പറും കൂടെ ചേർത്ത് 23 എന്ന് എടുക്കും. 23 ഇതിലില്ലാത്തതുകൊണ്ട് നമ്മൾ 24നെ എടുക്കാൻ പറ്റൂല, 23യും കിട്ടൂല. ലാസ്റ്റ് ഉള്ളത് ഏതാണ്? 18. അങ്ങനെയാണ് നമ്മൾ 18 ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇത് ഇനി പറയൂല, പറഞ്ഞത് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 23ൽ നിന്ന് പിന്നീട് 18 മൈനസ് ചെയ്യുമ്പം നമുക്ക് 5 ആൻസർ കിട്ടും, ആണല്ലോ. ഈ 5നെ നമ്മൾ താഴോട്ടെടുത്ത് എഴുതുമ്പോൾ ഇത് 55 ആകും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? 9 6 are 54 ആണല്ലോ. 9 6 are 54. അപ്പോൾ നമുക്ക് ഈ 54നെ ഇവിടെ എഴുതാമല്ലോ. 55നേക്കാളും ചെറിയ നമ്പർ അല്ലേ. അപ്പം 9 6 are 54. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. ഇനിയാണ് നമ്മൾ 0 ഇട്ട് കൊടുക്കേണ്ടത്. കാര്യം 6നേക്കാളും ചെറിയ നമ്പറാണ് 1. നമുക്ക് വീണ്ടും ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ് ഇടണം, ഇവിടെ 0 ഇടണം. ഓക്കെ, ഈ 0നെയാണ് നമ്മൾ പിന്നെ താഴോട്ടെടുത്ത് എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പം ഈ 1 എന്നുള്ളത് 10 ആകും. ഓക്കെ, അപ്പോൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 1 6 is 6 എന്നേ നമുക്ക് എഴുതാൻ പറ്റും. 10ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പം 4 കിട്ടും. വീണ്ടും നമ്മൾ 0 ഇടുന്നു, ഇതിനെ 40 എന്നാക്കുന്നു. ഓക്കെ, പിന്നെ എന്താ കിട്ടുക? 6 6 are 36 കിട്ടും അല്ലേ. 6 6 are 36 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിവിടെ എഴുതാമല്ലോ. വീണ്ടും അടുത്ത 7 6 വരുമ്പോൾ 40നേക്കാളും വലിയ നമ്പറാണ് വരിക, ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ 6 എഴുതാം. 6 6 are 36. ഇനി 40ൽ നിന്ന് 36 മൈനസ് ചെയ്യുമ്പം വീണ്ടും നമുക്ക് 4 കിട്ടും. വീണ്ടും നമ്മൾ ഇതുപോലെ 0 ഇടും, 40 എഴുതും. വീണ്ടും നമുക്ക് 6 6 are 36 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വീണ്ടും ഇവിടെ 4 എന്ന് കിട്ടും. ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മളെ ആൻസർ എന്താണ് ഇവിടെ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും വരും, നമുക്ക് 6 തന്നെയാണ് വരിക.
അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യണ്ട, ഇത് വെച്ച് നിർത്തുക. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ കിട്ടുക? 39.166 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡിവിഷൻ പിന്നെ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കണം കേട്ടോ, എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അവർക്ക് ക്ലിയർ ആവുമല്ലോ. ഓക്കെ, 83 ഡിവൈഡഡ് ബൈ 4 ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 83 ഉള്ളിൽ എഴുതുന്നു, 4ന് താഴെ എഴുതുന്നു. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞു നോക്കുക. 8 4നേക്കാട്ടിയും വലുതാണ്. അപ്പം നമുക്ക് 2 4s are 8 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ 0 ആൻസർ കിട്ടുന്നു. നമ്മൾ 0 ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് 3നെ നമ്മൾ താഴോട്ട് എടുത്ത് എഴുതുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് 3നെ ചെയ്യാൻ പറ്റുമോ? 4നേക്കാളും ചെറുതാണ് അല്ലേ 3. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ നമ്പർ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇവിടെ നമ്പർ വേണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു 0 അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്കിവിടെ 8ന്ന് 8 പോയാൽ നമുക്ക് 0 കിട്ടി. അപ്പം നമ്മൾ തൊട്ടടുത്ത നമ്പറല്ലേ വീണ്ടും ഇറക്കിയിടേണ്ടത്. അങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് ഈ 3 4നേക്കാളും ചെറുതാണ് ആണല്ലോ. ആ സമയത്ത് നമ്മൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ 0 ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ചെയ്യാൻ നമ്പർ വേണ്ടേ? ഇല്ല. അടുത്തൊരു നമ്പർ താഴെ ഇറക്കിയിടാനുണ്ടോ? അതും ഇല്ല, ചെറിയ നമ്പറാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പോയിൻ്റ് വീണ്ടും ഇട്ട് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഇതേപോലെ നമ്പർ വരുമ്പം 4നേക്കാളും ചെറിയ നമ്പറാണ്. ഇത് നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാവാത്തവർ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ 3 വരുന്ന സമയത്ത് നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, പക്ഷേ നമുക്കിവിടെ വീണ്ടും താഴോട്ടെടുത്ത് എഴുതാൻ നമ്പർ ഇല്ല. അങ്ങനെ വരുമ്പം നമ്മളിവിടെ പോയിൻ്റ് ഇടുന്നു, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. ആ 0നെ നമ്മൾ താഴോട്ടെടുത്ത് എഴുതി ഇതിനെ 30 എന്ന് എഴുതുന്നു. മനസ്സിലായല്ലോ? ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ഒരു നമ്പറിൽ പറ്റൂലെങ്കിൽ വീണ്ടും നമ്പർ ഇടുമ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ ചോദിക്കുക ഇവിടെ എന്തിനാ ഒരു പോയിൻ്റ് എന്ന്. അതായത് വീണ്ടും ചെയ്യാൻ നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് പോയിൻ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യാം? അവിടെ ഒരു 0 ഇടാം. അഥവാ നമ്പർ ഉണ്ടെങ്കിൽ, അതായത് ഇവിടെ 3നെ നമ്മൾ താഴോട്ട് എടുത്ത് എഴുതി, അപ്പോൾ അത് ചെറിയ നമ്പർ ആവുമ്പം ഇവിടെ ഒരു 1ഓ 3ഓ വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ, സപ്പോസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നമ്മൾ താഴോട്ട് എടുത്ത് എഴുതണം. അപ്പോഴും അതായത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ 83 ആണല്ലോ, നമ്മളിവിടെ 4 എഴുതി, 2 ഇട്ടു, 8 ഇട്ടു, 0 കിട്ടി. നമുക്കിവിടെ 3 ആണ്. പക്ഷേ ഇൻ കേസ് നമുക്ക് ഇവിടെ 3 ചെറുതാണ്, അപ്പം നമ്മളിവിടെ ഒരു 0 ഇടുന്നു. ഇൻ കേസ് ഇവിടെ ഒരു 7 ഉണ്ടായിരുന്നെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് ഈ 7നെ താഴോട്ടെടുത്ത് എഴുതാം. ഓക്കെ, ഇപ്പം ക്ലിയർ അല്ലേ? നമുക്കിവിടെ 3 ആണ്, ആ ചെറിയ നമ്പർ ആയതുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ പോവില്ല. 4നേക്കാളും ചെറിയ നമ്പറാണ് 3. അപ്പം നമ്മൾ മേലെ 0 ഇടുന്നു. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് തൊട്ടടുത്തൊരു 7 ഉണ്ടെങ്കിൽ നമുക്ക് ഈ 7നെ താഴോട്ടെടുത്ത് എഴുതാം. പക്ഷേ ഇവിടെ 7 ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 ഇട്ട് ആ 0നെ താഴോട്ട് എടുത്ത് എഴുതിയിട്ട് ഇതിനെ 30 ആക്കുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ 37 ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യായിരുന്നു? 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞു നോക്കും, എന്നിട്ട് 37ൻ്റെ താഴെ വരുന്ന നമ്പർ എടുത്ത് എഴുതിയിട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കിതിലോട്ട് വരാം. അപ്പോൾ ഇവിടെ 30 വരുന്ന സമയത്ത് ഇനി നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ 7 4s are 28 വരുന്നുണ്ട് അല്ലേ? 7 4s are 28 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 28 എഴുതാം. ഓക്കെ, ഇനി വീണ്ടും മൈനസ് ചെയ്യുന്നു. 30ൽ നിന്ന് 28 മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടുന്നു. വീണ്ടും നമ്മൾ 0 ഇടുന്നു, ഇതിനെ 20 ആക്കുന്നു. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടും 5 4s are 20 ആണല്ലേ? അപ്പം നമുക്കിവിടെ 20 എഴുതാം. അപ്പോൾ ഇത് റിമൈൻഡർ 0 എന്ന് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് വീണ്ടും നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും, ചിലപ്പോൾ റിമൈൻഡറായിട്ട് 0 കിട്ടും, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസറായിട്ട് എന്താ വരിക? 20.75 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക്
ഒരു 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതുകൂടെ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ഇത്രയും ഡിവിഷനിൽ വരുന്ന എല്ലാ ടൈപ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഈ ക്ലാസ്സോടെ ഡിവിഷൻ അറിയാത്ത എല്ലാവർക്കും ഇത് ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു 433 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ഇത് ചെയ്ത് നോക്കാം. 423 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കാമേ. അറിയാത്തവരെ ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കണം കേട്ടോ. പെട്ടെന്ന് ചെയ്തു പോവേ. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ നമുക്ക് 7 6 ആർ 42 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 വരും. പക്ഷെ നമുക്കിവിടെ 3 താഴോട്ടെടുത്ത് എഴുതാനുണ്ട്. നമ്മൾ 3നെ താഴോട്ടെടുത്ത് എഴുതുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് 6നേക്കാളും ചെറിയ നമ്പറാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. അതായത് 6നേക്കാളും ചെറിയ നമ്പറിനെ താഴോട്ടെടുത്ത് എഴുതുമ്പോൾ, റിമൈൻഡർ അല്ല കേട്ടോ, മേലെയുള്ള വാല്യൂ ഉള്ള നമ്പറിനെ നമ്മൾ താഴോട്ടെടുത്ത് എഴുതുമ്പം അത് 6നേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല, ഇത് വെച്ച് ചെയ്യാൻ പറ്റൂല. അപ്പോഴാണ് നമ്മളിവിടെ ഒരു 0 ഇടേണ്ടത്. ഓക്കെ, മാത്രമല്ല വേറൊരു നമ്പർ ഇവിടെ താഴെ ഇറക്കി ഇടാനും ഇല്ല. ഇതിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, താഴെ 7 ഉണ്ടെങ്കിൽ നമുക്കതിനെ എടുത്ത് എഴുതാം, പോയിൻ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തുവാ, ഒരു നമ്പറും ഇല്ല താഴോട്ടെടുത്ത് എഴുതാം. അപ്പം നമ്മളിവിടെ ഒരു പോയിൻ്റ് ഇടുന്നു, ഇവിടെ 0 ഇടുന്നു, താഴോട്ടെടുത്ത് എഴുതുന്നു. ഓക്കെ, ഇവിടെ 30 വരുന്നു. എന്നിട്ട് 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ 5 6 ആർ 30, റിമൈൻഡർ 0. അപ്പോൾ എന്താ ആൻസർ? 70.5. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതോടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് 12th ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. 12 ക്വസ്റ്റ്യനാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എഴുതാം. 48,569. കുറച്ച് വലിയൊരു നമ്പർ ഇട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും. ഓക്കെ, അപ്പോൾ വലിയ നമ്പർ ഉള്ളിൽ എഴുതുന്നു. 48,569 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, അപ്പോൾ 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുന്നു 6 8s ആർ 48 ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. 6 8s ആർ 48, നമുക്ക് കറക്റ്റ് അത് തന്നെ കിട്ടി. അപ്പോൾ 48 48 മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും. വീണ്ടും 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പറഞ്ഞു നോക്കുന്നു. അതായത് ഇവിടെ നമ്മൾ 5 എടുത്ത് എഴുതണം. 5 എടുത്ത് എഴുതുമ്പോൾ 8നേക്കാളും ചെറിയ നമ്പർ നമ്മളിവിടെ 0 ഇടുന്നു. നമുക്ക് ഇനി പോയിൻ്റ് ഇടണോ? വേണ്ട. കാര്യം എന്താ, ഇവിടെ 6 ഉണ്ട്. ആ 6നെ നമ്മളെടുത്ത് എഴുതുന്നു. 56 കിട്ടുന്നു. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 56 ഉണ്ടല്ലേ. അപ്പോൾ 7 8s ആർ 56 ആണ്. ഇത് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് 56 എനിക്ക് എപ്പോഴും മറന്നു പോകുന്ന ഒരു നമ്പറാണ്. അപ്പോൾ 5 6 7 8 ഇങ്ങനെ കൗണ്ടിങ് നമ്പറിൽ നമ്മൾ 56 എപ്പോഴാണ് കിട്ടുന്നത്? 7നെയും 8നെയും ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 56 കിട്ടും. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഞാൻ പണ്ട് ഓർത്ത് വെച്ചിരുന്ന ഒരു ഇതാണ്. എനിക്ക് അത് എപ്പോഴും മറന്നു പോയിരുന്നു 56. പിന്നെ ഇങ്ങനെ ഓർത്ത് വയ്ക്കും ഞാൻ. ഓക്കെ, അപ്പോൾ 7 8s ആർ 56. അപ്പോൾ 56 നിന്ന് 56 പോയാൽ നമുക്ക് 0 കിട്ടുന്നു. പക്ഷേ ഇതുകൊണ്ട് തീരുന്നുണ്ടോ? ഇതവിടെ കിടക്കുകയല്ലേ 9. അപ്പം 9നെ നമ്മൾ താഴോട്ടെടുത്ത് എഴുതുന്നു. ഇനിയാണ് പ്രശ്നം. 8നേക്കാളും വലിയ നമ്പറാണ് 9. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 1 8 ഈസ് 8 എന്ന് നമുക്കിവിടെ എഴുതാം. പക്ഷേ 9ൽ നിന്ന് 8 മൈനസ് ചെയ്യുമ്പം നമുക്ക് 1 കിട്ടും. ഇനി ഇതിനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വേറെ നമ്പർ ഒന്നും എടുത്ത് എഴുതാനില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു പോയിൻ്റ് ഇടുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയട്ടെ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ അവിടെ 0 ഇടാത്തത്? 8നേക്കാളും ചെറിയ നമ്പർ അല്ലേ 1, അപ്പോൾ ഇവിടെ 0 അല്ലേ ഇടേണ്ടത്? അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഈ 1 എങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് 9ൽ നിന്ന് 8 മൈനസ് ചെയ്യുമ്പോഴാണ് ഈ 1 കിട്ടിയത്. അങ്ങനെ വരുന്ന കേസിൽ നമുക്കിവിടെ 0 ഒന്നും ഇടാൻ പറ്റൂല. എപ്പോഴാണ് 0 ഇടുക? നമുക്ക് നേരത്തെ ഈ ഒരു പ്രോബ്ലത്തിൽ
ഈ 3നെ മേലെയുള്ള നമ്പറിനെ നമ്മൾ താഴോട്ടെടുത്ത് എഴുതുമ്പം അത് ചെറുതാണെങ്കിലാണ് നമ്മളിവിടെ 0 ഇട്ടിരുന്നത്. ഓക്കെ, ഇവിടെ എന്തുവാണ്? ഇവിടെ റിമൈൻഡർ ആണിത്. റിമൈൻഡർ വരുമ്പം ഒരിക്കലും നമ്മൾ മേലെ 0 ഇടൂല, പകരം പോയിൻ്റാണ് ഇടേണ്ടത്. എന്നിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 0നെ താഴോട്ട് എടുത്ത് എഴുതുന്നു, ഇത് 10 ആക്കുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ 1 8 ഈസ് 8 എന്ന് കിട്ടും. വീണ്ടും 2 നമുക്ക് കിട്ടുന്നു, 0 ഇടുന്നു, അതിനെ താഴോട്ടെടുത്ത് എഴുതുന്നു, ഇതിനെ 20 ആക്കുന്നു. 2 8s are 16 എന്ന് കിട്ടും. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക കേട്ടോ ചെയ്യുക. 20യിൽ നിന്ന് ഇനി 16 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ഓക്കെ, വീണ്ടും നമ്മളിവിടെ 0 ഇടും അല്ലേ? മേലെ 0 ഇടുന്നു, അതിനെ താഴോട്ട് എടുത്ത് എഴുതുന്നു, ഇവിടെ 40 ആക്കുന്നു. 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുന്നു. 5 8s are 40. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 0 റിമൈൻഡർ ആയിട്ട് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ എന്താ ആൻസർ വരിക? 6075.125. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ് കാണാം. ഇതോടെ ഡിവിഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അത്യാവശ്യമുള്ള എല്ലാ ഡിവിഷൻ്റെ മെത്തേഡും പല രീതിയിൽ വരുന്നത് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടു നോക്കുക. ഡിവിഷൻ ഇതോടെ എല്ലാവർക്കും ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.